തോട്ടം തൊഴിലാളികളുമായി വിശേഷം പങ്കുവച്ചും സ്നേഹാന്വേഷണം നടത്തിയും വോട്ട് അഭ്യർത്ഥിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കെ സലീംകുമാർ. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം ഫാബിസ് മൾട്ടി ജിം പമ്പനാർ. വാഴൂർ സോമൻ എന്ന തോട്ടം തൊഴിലാളികളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ വിയോഗം തീർത്ത ശൂന്യതയിലേക്ക് അക്ഷരാർത്ഥത്തിൽ നടന്നുകയറുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കെ സലീംകുമാർ. സലീംകുമാറിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് പീരുമേട്ടിൻ്റെ തോട്ടം മേഖല. സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടന പരിപാടിയുടെ ഭാഗമായി മേമല ബോണാമി എസ്റ്റേറ്റിലെ തൊഴിലാളികളുമായി ആശയ സംവാദത്തിൽ ഏർപ്പെട്ടും പ്രചരണത്തിൽ ബഹുദൂരം മുന്നേറുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. എൻ്റെ പേര് സലീംകുമാർ എന്നാണ്. സ്ഥാനാർത്ഥിയാണ്. ചിഹ്നം കതിരരിവാളാണ്. അത്ര മനസ്സിലായില്ലേ? 9-ാം തീയതിയാണ് വോട്ട്. അപ്പോൾ 9-ാം തീയതി നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും വോട്ട് ചെയ്യാൻ പറയണം. നമ്മുടെ കൂട്ടുകാരോട് പറയണം. നമ്മളെല്ലാവരും വോട്ട് ചെയ്യണം. ആദ്യം വോട്ട് ചോദിച്ചില്ലെങ്കിൽ പിന്നെ പോകാൻ നേരത്ത് ചോദിച്ചില്ല എന്ന് പറയണ്ട. ആദ്യമേ തന്നെ എല്ലാവരോടും വോട്ട് ചോദിക്കുന്നു. തോട്ടം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നമ്മുടെ സർക്കാർ ചില തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇലക്ഷന് മുമ്പ് തന്നെ എടുത്ത തീരുമാനങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ വന്നിട്ട് 10 വർഷമായി. ഇനിയും നമ്മുടെ സർക്കാർ വരും, ഉറപ്പായിട്ടും വരും. അതിന് തർക്കമൊന്നും വേണ്ട. 10 വർഷത്തിനിടയിൽ 3 പ്രാവശ്യം നമ്മുടെ ശമ്പളം കൂട്ടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബർ മാസം നമ്മുടെ ശമ്പള പരിഷ്കരണം അടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പളം കാലാവധി തീർന്നു. ശമ്പളം പുതുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. തോട്ടം ഉടമകൾ ശമ്പളം പുതുക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും നമ്മൾ ഈ വിഷയം അവതരിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രി ഇടപെട്ടപ്പോഴാണ് മാനേജ്മെൻറ്റിൻ്റെ PLC മീറ്റിംഗ് വിളിച്ചത്. ആദ്യത്തെ മീറ്റിങ്ങിൽ മുതലാളിമാർ കാശ് കൊടുക്കിയാലെന്ന് തീരുമാനിച്ചു. രണ്ടാമത് വീണ്ടും നമ്മൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ വീണ്ടും മീറ്റിംഗ് വിളിച്ചു. അപ്പം നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രിയോട് അതിൻ്റെ അകത്ത് ഇടപെടാൻ പറഞ്ഞു. മന്ത്രി ഇടപെട്ടപ്പോൾ ശമ്പളം നിങ്ങൾ കൂട്ടിയില്ല എങ്കിൽ സർക്കാർ ശമ്പളം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അറിയാവോ, നമ്മൾക്ക് മുതലാളിമാർ പൈസ തരാതെ വന്നാൽ ഗവൺമെൻറ്റിന് നമ്മക്കടെ ശമ്പള കാലാവധി വരുന്നത് വരത്തേക്ക് ഇടക്കാല ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇത്ര രൂപ കൊടുക്കണമെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് പറയുമെന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പം മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റിന് മുമ്പിൽ വഴങ്ങി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം നമുക്ക് 48 രൂപ ശമ്പളം കൂട്ടിയിട്ടുള്ളത്. കൂട്ടിയ ശമ്പളം കൂടുതലാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇനിയും നമുക്ക് ചില കാര്യങ്ങൾ നടക്കാനുണ്ട്. കിലോ കൂട്ടുമായിരിക്കും അല്ലേ? ഒന്നും കൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ നിലവിലുള്ള ഒരു ജോലിയിലും ഒരു ഭാരവും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. കൂലി മാത്രം കൂട്ടാൻ തീരുമാനിച്ചിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ മുമ്പിൽ 2-3 കാര്യമുണ്ട്. ഒന്ന്, പീരുമേടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, 20 വർഷമായിട്ട് നമുക്ക് MLA ഉള്ള മണ്ഡലം അല്ലേ? തോട്ടം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. ഈ സർക്കാരിൻ്റെ തുടർച്ചയ്ക്ക് തന്നെ വിജയിപ്പിക്കണമെന്നും തോട്ടം തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നങ്ങൾക്കൊപ്പം എന്നും താനുണ്ടാകുമെന്നും കെ സലീംകുമാർ ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക് പീരുമേട് ലൈവ്.